ഹലോ, എവിടെ തുടങ്ങും എന്ത് തുടങ്ങും എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കളിച്ചു അല്ലേ? എനിക്കറിയില്ല, ഞാൻ അവിടെ ഇവിടെ ഫസ്റ്റ് ഹാഫില് നമ്മൾ നന്നായിട്ട് കളിച്ചു. ബോളൊക്കെ നന്നായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അനസ് നമുക്ക് തലവേദന ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. ജിങ്കൻ കറക്റ്റായിട്ട് അനസിനെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനസിന് അധികം ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ഹാഫിൽ. പിന്നെ അനസിന് ബോൾ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിലേക്കുള്ള ബോളൊക്കെ കുറവായിരുന്നു അനസിന്. ക്രോസ് ഒക്കെ പോകണമൊക്കെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യണം, കറക്റ്റ് പ്ലേയേഴ്സിനൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പത്തെ മാച്ചിൽ കണ്ട പോലെ തന്നെ ആ കോമ്പാക്ട്നെസ്, ചെന്നൈയായിട്ട് കളിച്ചപ്പോഴുള്ള ആ കോമ്പാക്ട്നെസ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റില്ല. ഭയങ്കര ടീം ഭയങ്കര എന്താ പറയുന്നത്, ഡിഫൻസ് ഭയങ്കര ഡെപ്തിൽ, മിഡ്ഫീൽഡ് ആ കറക്റ്റ് മിഡില്, ഫോർവേഡ് മിഡ്ഫീൽഡിൽ നിന്നും അകലെ ആ ഭയങ്കര അപ്പുറം. അപ്പോൾ ഈ പ്ലേയേഴ്സ് തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരുന്നു. അപ്പം പാസിങ്ങിലും അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. നമ്മൾ ഒട്ടും പാസ്സൊന്നും ചെയ്തില്ലെന്ന് വേണമെങ്കിൽ പറയാം സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ഫസ്റ്റ് ഹാഫ് നമ്മൾ നന്നായിട്ട് കളിച്ചു. പിന്നെ ഏറ്റവും പറ്റിപ്പോയത് നമ്മുടെ ആ ബാക്ക് പാസിൽ സന്ദീപ് നന്ദി, അത് എന്തിനാണ് ഔട്ട്ഫുട്ടിൽ ഒരു പ്ലെയർ ക്ലോസിങ് ചെയ്യാൻ നേരത്ത് അത് ഔട്ട്ഫുട്ടിലെടുത്ത് കളിക്കണം എന്നുണ്ടെങ്കിൽ സന്ദീപ് നന്ദി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പ്ലെയർ ക്ലോസിങ് ചെയ്ത് വരിക, സന്ദീപ് നന്ദിക്ക് മൈനസ് പാസ് തന്നെ, ആ പ്ലെയർ ക്ലോസിങ് ചെയ്ത് വന്നു. സന്ദീപ് നന്ദി ആ ബോൾ ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാനുള്ളതിന് നേരെ ഔട്ട്ഫുട്ടിലെടുത്ത് ബോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് സന്ദീപ് നന്ദിയിലേക്ക്. ആ പ്ലെയർ നേരെ അങ്ങോട്ട് തന്നെ ഓടി വന്നു. സന്ദീപ് നന്ദി അവിടെ എന്തൊക്കെയോ കാണിച്ച് നിലത്ത് വിടും. വേറെ പ്ലെയർ ബോൾ എടുത്തു, മൂന്നാമത് വന്ന പ്ലെയറിന് നല്ല പാസ് ചെയ്തു, ഒറ്റ അടി പോകും സന്ദീപ് നന്ദിക്ക് ഒതുങ്ങി. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ സന്ദീപ് നന്ദി പിന്നെ നേരം തൊട്ടിട്ടില്ല. സന്ദീപ് നന്ദി ഒടുക്കത്തെ സേവും ബഹളവും ഒക്കെ അത് കഴിഞ്ഞ പിന്നെ. പക്ഷെ ആ ഗോള് കയറിയതെന്ന് പറയണത്, സെക്കൻഡ് ഗോള് കയറിയതെന്ന് പറയണത് ആ ഗ്യാപ്പിലൂടെ കയറിയ ഗോളാണ്. അത് ബേസിക്കലി ആ ഒരു മൈനസ് പാസ് ഫോഴ്സ് ചെയ്തതിൻ്റെ മെയിൻ കാരണം തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് ഡിഫൻസിൻ്റെ കയ്യിൽ ബോൾ വരാത്ത ഇറങ്ങി വന്ന് വാങ്ങിക്കാത്ത ആ ഒരു ഇതിൽ നിന്നാണ് മൈനസ് പാസ് ഓൾറെഡി സന്ദീപ് നന്ദിക്ക് വന്നത്. കാരണം മിഡ്ഫീൽഡ് ഡിഫൻഡറിന് ഓപ്ഷൻസ് ഒന്നും കാണിച്ചു കൊടുക്കണ്ടായിരുന്നില്ല ഹെങ്ബേർട്ടിന്. നേരെ ബാക്കിലേക്ക് പാസ് വന്നു, സന്ദീപ് നന്ദി ബോള് മിസ് ചെയ്തു. അത് മിഡ്ഫീൽഡ് വന്ന് ബോള് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. എല്ലാവരും തളർന്നു കുത്തിയെ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ റൂണിക്ക് കഴിഞ്ഞ കളി കാണാൻ പറ്റിയില്ല, റൂണി ഭയങ്കര ബിസി ആയിരുന്നു. ഹോട്ട്സ്റ്റാറിൽ ഇത്തിരിയൊക്കെ കാണാൻ പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും കണ്ടു വന്നപ്പോഴത്തേക്കും 2-0 നമ്മൾ ഡൗൺ ആയിപ്പോയി. സോ കഴിഞ്ഞ കളി അതാണ്. പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് രണ്ട് പിള്ളേര് നമ്മുടെ ഹോം മാച്ചിൽ 2 ആൾക്കാര് മറ്റരസിക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റിന് റെഡി ആവുന്നുണ്ട്. സിദ്ധാന്റെ മോമൂടി പ്രൊട്ടസ്റ്റ്. അപ്പം നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ സിദ്ധാന്റെ മോമൂടി വാങ്ങിക്കുക, അവിടെ ഇടുക. നമ്മൾ പീസ്ഫുൾ അവിടെ മോമൂടി ഇട്ട് നിൽക്കുക. നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. സോ ട്രൈ ടു സപ്പോർട്ട് ദാറ്റ് പ്രൊട്ടസ്റ്റ് ഇൻ ദ സെൻസ്. മറ്റരസിനെ എന്നാണ് നമ്മൾ ഫിസിക്കലായിട്ട് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. മറ്റരസി ഓക്കെ കളിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് കളി കഴിഞ്ഞാൽ അത് വിടണം. ഒരു ഫുട്ബോളർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കളി കഴിഞ്ഞാൽ അത് വിടണം. കളി കഴിഞ്ഞിട്ട് അത് മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് പ്ലേയിങ് അല്ലാത്ത നോൺ പ്ലേയിങ് സ്റ്റാഫിനെ വരെ കൈയേറ്റം ചെയ്യുന്ന ഒരു ലെവലിൽ എത്തുക എന്ന് പറയണത് വെരി ബാഡ്. അപ്പം അതിനെതിരെ നമ്മൾ സിദ്ധാന്റെ മാസ്ക് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. മദ്രസയ്ക്ക് മനസ്സിലാവണം, ബാക്കിയുള്ള രാജ്യങ്ങളല്ല കേരളം, ബാക്കിയുള്ള രാജ്യങ്ങളല്ല ഇന്ത്യ. അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ ടീം ബാക്കിയുള്ള ഫുട്ബോൾ ടീമിന്റെ ആരാധകരെ പോലെയല്ല കേരളത്തിലെ ആരാധകർ. ഞങ്ങൾ പ്രതികരിക്കും, മറ്റരസീനെ മാനസികമായിട്ട് തളർത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അതാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യം. പിന്നെ റൂണി എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, തോൽവി വിജയത്തിന്റെ മുന്നോടി എന്ന് പറയുന്നത് അടുത്ത് നമ്മുടെ ഹോം മാച്ചിൽ നമ്മളൊരു 3-4 ഗോൾ ലീഗിൽ ഗോൾ അടിച്ചിട്ട് കാര്യം. നമ്മളിപ്പോൾ പോയിന്റ് ടേബിൾ അടിയിലേക്ക് പോയില്ലേ? അതെ, വീണ്ടും. അപ്പോൾ അതിനാകുള്ളൂ. പിന്നെ ഈ മെട്രാസിക്കുള്ള പണി എന്ന് പറയുകയാണെങ്കിൽ സിദ്ധാന്ത മോമൂടി വെച്ച് നോക്കാം. ചോപ്രേനെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം മിഡ്ഫീൽഡിൽ കളി ചോപ്രയെ വളരെയധികം മിസ് ചെയ്തു. ആ പൊസിഷനിങ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ചോപ്ര എത്രത്തോളം ടീമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ചോപ്ര ഫിനിഷ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബഹളമായിരുന്നു.
ചോപ്ര ഇല്ലാത്തപ്പം നമുക്ക് മനസ്സിലായി ആ മിഡ്ഫീൽഡിലുള്ള ആ പോരായ്മകളൊക്കെ, പാസിംഗിൽ വന്ന പോരായ്മകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിരുന്നു തോന്നുന്നു. അതെ. പിന്നെ നമ്മുടെ അനസിന് നമ്മുടെ വിനീതിനും അതുപോലെ തന്നെ റിനോ ആൻഡോയ്ക്കും വേണ്ടി എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കപ്പ് അടിക്കണം. നമ്മൾ അതിന്റെ ചാമ്പ്യൻസ് ലീഗിൽ കയറിയിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ കപ്പ് അടിച്ചിട്ട് പിന്നെ നമ്മൾ വേൾഡ് ക്ലബ് കപ്പില് നമ്മൾ ബാർസലോണക്കെതിരെയൊക്കെ കളിക്കണം. ആ ഒരു ആഗ്രഹത്തോടുകൂടെ അല്ലേ? അതെ, എന്തായാലും അടുത്ത സീസൺ തൊട്ട് തിരുവനന്തപുരത്ത് പോയി കളി കാണേണ്ടി വരുമല്ലോ. അടുത്ത ഇവിടെ ഒരാള് പ്രോവല്യൂഷൻ സോക്കർ കളി കഴിഞ്ഞിട്ട് സിറ്റിയിലോട് തോറ്റു വരുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലോട്. ഹ്യൂസ് ഇല്ലാത്തതിന്റെ വലിയൊരു കുറവ് ഇന്ന് കണ്ടു. ഹ്യൂസ് ഇല്ലാത്തതിന്റെ ഇച്ചിരി വെളുത്തിരുന്നോണ്ടേ ഡിഫൻസ് തൊട്ടൊക്കെ നശിക്കണം. ഹ്യൂസും പിന്നെ ചോപ്രയും അപ്പം ആ രണ്ടൊരു വളരെയധികം വലിയൊരു പോരായ്മയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത മാച്ച് എന്തായാലും ജയിക്കാൻ പറ്റുമെന്ന് കാണിക്കണം. അടുത്ത മാച്ച് നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റും. സോ ബൈ ബൈ.